വെറുതെയാണോ യോഗം ചേരുന്നത്? ചർച്ച ചെയ്യാനല്ലേ? കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, വെറുതെയാണോ യോഗം ചേരുന്നത്, ചർച്ച ചെയ്യാനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ നിലവിലെ സംഭവവികാസങ്ങളിലുള്ള ഒരു രോഷം അല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് വായിക്കാം. ഇന്നലെ കണ്ട പ്രതിഷേധ പ്രകടനങ്ങൾ അത്രയും നേതൃത്വത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നതുമാണ്. എങ്ങനെയാണ്, ആരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നു? ഇന്നലെ ക്യാമറകൾക്ക് മുന്നിൽ വളരെ ശക്തിയുക്തം പ്രതികരിച്ചവർക്കെതിരെയല്ലേ നടപടി വരാൻ പോകുന്നത്? CPM സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. കാര്യം കുറേയേറെ നാളുകളായി ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ CPM കണ്ടുവരുന്ന പ്രവണതയല്ല. എന്നാൽ സംസ്ഥാന സമ്മേളനം അടുത്തിരിക്കെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ വരുന്നത് സംസ്ഥാന നേതൃത്വം വലിയ രൂക്ഷമായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പാർട്ടി അംഗങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിനും അതേ അഭിപ്രായമുണ്ട്. കാര്യം പലതരത്തിലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങൾക്കുമുണ്ട്. അതേസമയത്ത് തന്നെ ഇവർ ഉന്നയിച്ച പരാതികൾ അതെന്താണെങ്കിൽ തന്നെയും അത് കൃത്യമായി പരിശോധിക്കണം എന്നുള്ളൊരു ആവശ്യവും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ സംസ്ഥാന സെക്രട്ടറിയുമായി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. കണ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും CPM സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ ശരി, കണ്ണാ തുടർന്നോളൂ. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഒരു യോഗം നമുക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നമുക്ക് തുടങ്ങാൻ സാധിക്കുക. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. തന്നെയായാലും വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടി തന്നെയാണ് CPM പോകുന്നത്. കാര്യം ഒരു പരസ്യ പ്രകടനത്തിലേക്ക്, പരസ്യ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ രംഗത്തെത്തുമ്പോൾ അവർ പറയുന്നത് ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രകടനത്തിലേക്ക് എത്തിയത്, ഞങ്ങളും പിടിക്കുന്നത് ചെങ്കൊടിയാണ്, ഞങ്ങളുടെ സ്ത്രീകളിലോടുന്നത് കമ്മ്യൂണിസ്റ്റ് രക്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ, അത് ലൈംഗിക ആരോപണങ്ങളുണ്ട്, സാമ്പത്തിക ആരോപണമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ വരുമ്പോൾ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ചുറപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോയ ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. മാത്രമല്ല അവർ ഉന്നയിക്കുന്ന പരാതികൾ എന്തൊക്കെ തന്നെയായാലും, അത് ലൈംഗിക പീഡന പരാതിയായാലും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളായാലും അവയെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കാനും ഇന്ന് തീരുമാനമുണ്ടാകും. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അനൗദ്യോഗികമായി ചേർന്നിരുന്നു. ആ യോഗത്തിലും ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ വെച്ചുറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ള വികാരം. പക്ഷേ എടുത്തു പറയേണ്ടത് CPM സംസ്ഥാന സമ്മേളനം വരുന്നു, അതിനുശേഷം പ്രദേശ സമ്മേളന തെരഞ്ഞെടുപ്പാണ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത്തരത്തിൽ അവരെ പുറത്താക്കിയ മറ്റു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി കുലശേഖരപുരം എന്നൊക്കെ പറയുന്നത് ഏറ്റവും പാർട്ടിക്ക് ശക്തമായ വേറിട്ടമുള്ള പ്രദേശമാണ്. പാർട്ടിയെ ഈ ജില്ലയിൽ കെട്ടിപ്പടുത്ത NSന്റെ സ്ഥലമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന NS എന്ന് പറയുന്ന മുതിർന്ന CPM നേതാവിൻ്റെ ഒരു സ്ഥലം കൂടിയാണ്. അവിടെയൊക്കെ തന്നെ പാർട്ടിയെ വൈകാരികമായി കാണുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ അങ്ങനെയുള്ളവരെ തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. കണ്ണൻ തന്നെയാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ തേടിയത്. ഞങ്ങൾ പിടിക്കുന്ന അല്ലെ ചെഞ്ചോരക്കൊടി താഴെ വയ്ക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ രക്ഷിക്കാനാണ്. ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ലൈംഗിക ആരോപണങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പല പരാതികൾ ഒരുമിച്ച് അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന് നേതാക്കൾ പരസ്പരം പറയുന്നൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ രാഷ്ട്രീയ സമീപകാലത്ത് ആദ്യമായിട്ടായിരിക്കും. മറ്റു പല പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒന്നും ഇത് ആദ്യമായിട്ടായിരിക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. കർശനമായ നടപടികൾ വിമതർക്കെതിരെ ഉണ്ടാകുമോ, അതിന് കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.